ഹരി ശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും ഈശ്വരകൃപയും ശാന്തിയും സമാധാനവും ആയുരാരോഗ്യവും രോഗശാന്തി എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. രുക്മിണി മോഹൻ, പ്രസന്ന, അമൽ, സുമ, ഗീതാ നായർ, സനുബായി, ജഗദമ്മ, ബിജി ബിജു, ജയാനിൽ, നിർമ്മല രമേശ്, കലാനാരായണൻ, ഇന്ദിരാദേവി എല്ലാവരെയും ഭഗവാൻ അർപ്പിക്കുന്നു. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. നമുക്ക് ഭാഗവതം ഏകാദശ സ്കന്ധം അവധൂത യദ് സംവാദം നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത്. അത് നമുക്ക് ബാക്കി വായിക്കാം. നമ്മൾ ഏകാദശ സ്കന്ധം 24 ഗുരുക്കന്മാരുടെ കഥയാണ്. യദുവിന് ആര് പറഞ്ഞു കൊടുക്കുന്നതാ? അവധൂതൻ. എന്താ ഇത്രയും ആനന്ദത്തിൽ പ്രസന്ന ഗംഭീരനായിട്ടും ആനന്ദ ചിത്തനായിട്ടും എന്താ കാരണം കൊണ്ടാണ് ഇങ്ങനെ കഴിഞ്ഞു കൂടുന്നത്? മറ്റ് ലോകസുഖങ്ങളും എല്ലാവരും വേറെ പല രീതിയിൽ ജീവിച്ചിട്ട് അവർക്ക് ആർക്കും ഈ സുഖം കിട്ടുന്നില്ലല്ലോ. ഇതെന്ത് കാരണം കൊണ്ടായത് ചോദിച്ചപ്പോൾ 24 ഗുരുക്കന്മാരുടെ കഥ പറഞ്ഞു കൊടുക്കുന്നു. ഇത് ഭഗവാൻ കൃഷ്ണൻ നാരായണൻ ഉദ്ധവർക്ക് ഇത് പറഞ്ഞു കൊടുക്കുക. ഓരോ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം, നമുക്ക് വായിക്കാം. അതായത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചു ഈ നമ്മുടെ രസനേന്ദ്രിയത്തിൻ്റെ, കാരണം നിരാഹാരനെ പറ്റി, ഒരു നിരാഹാര വ്രതം എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മളെ രസനേന്ദ്രിയത്തിൻ്റെ ഇന്ദ്രിയത്തെ വധിക്കണമെങ്കിൽ ആദ്യം നമ്മൾ രസത്തെ നമ്മൾ നിയന്ത്രിക്കണം. രസത്തെ നമ്മൾ ജയിക്കാതിരുന്നാൽ നമ്മളെ ഇന്ദ്രിയത്തെ ജയിക്കാൻ പറ്റത്തില്ല. എത്ര കാലം നമ്മൾ നിരാഹാരം എടുത്ത് വലിയ കാര്യത്തിൽ നമ്മൾ വിചാരിക്കും ഇതൊന്നും കഴിക്കാതിരിക്കാന്ന്. പക്ഷേ അതിൻ്റെ ഇരട്ടിക്ക് നിരാഹാര വ്രതം നിവർത്തിച്ച് വരുമ്പോൾ പിന്നെ അതിനേക്കാൾ ഇരട്ടി കഴിക്കും. ആ നാക്ക് അങ്ങനെയാണ്, രസം അങ്ങനെയാണ്. അതുകൊണ്ട് നമ്മൾ തന്നെ നമ്മുടെ ഉള്ളത്തിലെ രസനത്തെ നമ്മൾ നിയന്ത്രിച്ചാലേ ആ ഇന്ദ്രിയങ്ങൾ ജയിക്കാൻ പറ്റും. അതാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചത്. നമുക്ക് ഒന്നുകൂടെ വായിച്ചു പോകാം. ഞാൻ പറഞ്ഞത് അതിനൊരു ഉദാഹരണം ഈ പിംഗല എന്ന ഒരു സ്ത്രീയുടെ കഥ. അത് നമുക്കൊന്ന് വായിക്കാം. അന്നേരം ചൊവ്വനേരൊന്നും മനസ്സിലായി കാണത്തില്ല. ഇത് വായിച്ചു പോകാം. അത് ഇന്ന് വായിക്കുന്ന ഒന്ന് കാണിക്കാം. ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ട് വായിച്ചതുകൊണ്ട് ഇത് കാണാതെ വായിച്ചു പോകാം. എനിക്കതാണ് ഇത്ര എളുപ്പം. മർത്യന്മാർ ചിലർ നിരാഹാരന്മാരായിട്ടിഹ രസത്തെ വർജിച്ചുടൻ ഇന്ദ്രിയങ്ങളെ ജയിച്ച് അസംഖ്യം നീരസവും രസത്തിൽ വർദ്ധിക്കുന്നു. നമ്മൾ എത്രമാത്രം നിരാഹാരം എടുത്താലും ഇരട്ടിക്ക് നീരസം ഉണ്ടായിട്ട് രസത്തിൽ അങ്ങ് വർധന ഉണ്ടാകും. പിന്നെ ഇരട്ടി കഴിക്കും. നമ്മൾ തന്നെ രസം വേണ്ടാന്ന് വെച്ച് നിയന്ത്രിച്ചെങ്കിലേ ആ ഇന്ദ്രിയങ്ങൾ അടങ്ങാൻ പറ്റൂ. അതാണ് പുരുഷൻ എത്ര കാലം രസത്തെ ജയിക്കാതെ ഇരിക്കിൽ അത്ര കാലം ജയിക്കില്ല ഇന്ദ്രിയാണി. നമ്മളെ രസത്തെ ജയിക്കാത്തത്തോളം കാലം ഇന്ദ്രിയം തന്നെ മുന്നോട്ട് നിൽക്കും. രസത്തെ എത്ര കാലം ജിതരാക്കുന്നത് എന്നാൽ അസത്താം ഇന്ദ്രിയാണി ജയിക്കാം അത്ര കാലം. നമ്മൾ രസത്തെ ജയിച്ചാൽ ഇന്ദ്രിയത്തെ നമുക്ക് ജയിക്കാൻ പറ്റും. അതിന് ഒരു കഥനം ചെയ്തിടുവൻ. മിഥിലാപുരത്തിങ്കിൽ പിംഗല എന്നു പേരായി തരുണി മണിയായ വേശ്യയുമുണ്ടായി വന്നു. ഒരു മിഥിലാപുരത്തിൽ ഒരു വേശ്യ എന്നൊരു സ്ത്രീ, സുന്ദരിയായ ഒരു സ്ത്രീ. എന്താ വേശ്യ? അവർ സ്വന്തം അവനവൻ്റെ ഉള്ളത്തി അവൾ തന്നെ സ്വന്തം നിയന്ത്രിച്ചപ്പോഴേ ആ വേശ്യാവൃത്തി ഇന്ന് നിവർത്തപ്പെടാൻ പറ്റുള്ളൂ. അതാണ് നമ്മൾ വായിക്കാൻ പോണത്. എന്താ ഇതിന് ഉദാഹരണം? നമ്മളും നമ്മളെ രസനേന്ദ്രിയത്തിനായാലും നമ്മുടെ ഏത് ഇന്ദ്രിയങ്ങളായാലും നമ്മൾ തന്നെ ശ്രമിക്കണം. വെറുതെ ആ നാക്കിനെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ തന്നെ അതിനെ ജയിച്ചെടുക്കണം. എനിക്കിത് വേണ്ട, ആ മനസ്സുകൊണ്ട് തന്നെ ചിന്തിച്ച് മാറ്റിയെങ്കിലേ ജയിക്കാൻ പറ്റൂ. അപ്പോൾ ആ വേശ്യാസ്ത്രീയും അവിടെ ഇതിൽ നിന്നുണ്ടാക്കുന്ന വിത്തമൊക്കെ നശിക്കുന്നതാണ്. എത്ര ധനം സമ്പാദിച്ചാലും ദുഃഖമേ ഉണ്ടാകുള്ളൂ. സ്വപ്നം കണ്ട് ഉണരുമ്പോൾ ഇല്ലാത്തതുപോലെ എല്ലാം നശിച്ചു പോകും. പിന്നെ ഇത്രയും കഷ്ടപ്പെട്ട് ആർത്തി പിടിച്ച് ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? ഇതൊക്കെ മനസ്സിലാക്കി അവൾ തന്നെ നിയന്ത്രിച്ച് അവളെ നന്നാക്കി എടുത്തു.
അത് ഇതിന് ഉദാഹരണം. മിഥിലാപുരത്തിങ്കിൽ പിങ്കല എന്നു പേരായിട്ടൊരു തരുണീമണിയായ വേശ്യയുണ്ടായി വന്നു. തരുണകാലത്തവളിരുന്ന വൃത്താന്തങ്ങൾ പരിചിൽ കുറഞ്ഞു ഒന്നു പറവൻ കേട്ടുകൊള്ളുക. അവധൂതൻ പറഞ്ഞു, ഞാൻ അല്പം ഒന്ന് പറയാം, അവൾ എങ്ങനെയാ അവിടെ കഴിഞ്ഞുകൂടിയത്. സരസീരുഹാക്ഷിയാലേ ഞാൻ ശിക്ഷിക്കപ്പെട്ടു. അതും എങ്ങനെയെന്നാൽ ഒരിക്കൽ വേശ്യാമണി അതിമോഹന വേഷം കൈക്കൊണ്ട് കാമുകിയായി നിർധനന്മാരെ ത്യജിച്ച് അർത്ഥവാന്മാരെ കൊതിച്ച് അർദ്ധരാത്രിയിൽ അവൾ സങ്കേതേ വസിക്കുമ്പോൾ ചെന്നിതു ഞാനും അത്ര സങ്കേത സ്ഥലത്തിങ്കൽ. അവള് അർത്ഥവാന്മാരെ കൊതിച്ച് നിർധനന്മാരെയൊക്കെ തള്ളിക്കളഞ്ഞിട്ട് പാവപ്പെട്ടവരൊന്നും അവൾക്ക് വേണ്ട, പണക്കാരനെ കണ്ടപ്പോൾ അവള് അതിനെ കൊതിച്ച് ഈ വേശ്യാമണി ഇങ്ങനെ കാമുകിയായി അവിടെ സങ്കേതത്തിൽ വസിക്കുമ്പോൾ ഈ അവധൂതനും ചെന്ന് അവിടെ ആ സ്ഥലത്തെങ്കിൽ എങ്ങനെയോ അകപ്പെട്ടു. അത് പുറമെ നിന്ന് കാണാൻ പറ്റി. ഇതൊക്കെ അതാ ശിക്ഷിക്കപ്പെട്ടു എന്ന് പറയാം. പഠിച്ചു. പാഠം പഠിക്കുന്നതിനാണ് ശിക്ഷണം എന്ന് പറയാം. ശിക്ഷിക്കപ്പെട്ടു. അപ്പോൾ അവൾ അവിടെ എന്തൊക്കെ കാണിച്ചു കൂട്ടിയതല്ല ഇദ്ദേഹം പഠിച്ചു. ആ സ്ഥലത്തേക്ക് ചെന്നിട്ട് അന്നവൾ ഇദ്ദേഹം കാണുന്നതാ. അന്നവൾ ബഹിർദ്വാരെ വസിക്കുന്ന അത് കണ്ടു പല വിത്തവന്മാരെ വരുത്തി അവരെയും പല ലീലയാ കാമതന്ത്രത്താൽ വശമാക്കി അർത്ഥസമ്പാദ്യം ചെയ്തു വസിക്കുന്നപ്പോൾ ഒരു വിത്തവാൻ മഹാഷഠൻ വന്നിതങ് അർദ്ധരാത്രോ. അവളിങ്ങനെ സമ്പാദിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് ധനവാന്മാരൊക്കെ വന്ന് അതിൽ നിന്നെല്ലാം സമ്പാദ്യങ്ങളെല്ലാം കഴിഞ്ഞുകൂടി ഇരിക്കുന്ന അവളൊക്കെ ആ തൊഴിലാണ്. അപ്പോഴെന്ത് വന്നു, ഒരു മഹാഷഠനായിരിക്കുന്ന നല്ല ദ്രവ്യമുള്ള പണമുള്ള ആളാണ്. അത് ഒരു കോപിഷ്ഠനാണ് താനും. അങ്ങനെ അർദ്ധരാത്രിയിൽ വന്നു. അവനീ വരിച്ചവൾ സങ്കേതേ ഭുജിപ്പാനായി യുവതീമണി ദാസിമാരുമായി തുടങ്ങുമ്പോൾ അങ്ങനെ അവനെ അവിടെ സൽക്കരിച്ചിരുത്തിയിട്ട് ഇവളെന്ത് ചെയ്തു, ദാസിമാരുമായി ഭുജിപ്പാനായി ഈ ദാസിമാരുമായി തുടങ്ങിയിട്ട് അങ്ങനെ അല്പസമയം താമസിച്ചപ്പോൾ എന്ത് വന്നു, കോപിയായി ഷഠനായി ദ്രവ്യസ്ഥനായുള്ളൊരു പാപിതാൻ വേശ്യ ചെല്ലാൻ ഏറ്റവും ക്രുദ്ധനായി. പണക്കാരനാണ്. അയാളെ പിടിച്ചോട് ഇരുത്തിയിട്ട് ഇവള് താമസിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ചെല്ലാഞ്ഞതുകൊണ്ട് അവൻ എന്ത് ചെയ്ത് കോപം മുഴുത്തിട്ട് അയാൾ ക്രുദ്ധനായി പുറപ്പെട്ട് അതുനേരം തിരിക്കെന്നവൾ ചെന്ന് കരത്തെ പിടിപ്പെട്ടു പെരുത്ത മോഹത്തിനാൽ. അവ സങ്കേതയെ ഭുജിച്ചുകൊണ്ടിരുന്നപ്പോൾ അയാൾ കോപിഷ്ഠനായിട്ട് ഷഠനായിട്ട് ദ്രവ്യസ്ഥനായുള്ള പാപിതാൻ ഈ വേശ്യ പെട്ടെന്ന് ചെല്ലാഞ്ഞപ്പോൾ അവൻ ക്രുദ്ധനായിട്ട് എന്ത് ചെയ്ത് പുറപ്പെട്ടു പോയപ്പോൾ അവൾ പെട്ടെന്ന് തെരിക്കെന്ന് ചെന്ന് അയാളെ കൈക്ക് പിടിച്ച് നിർത്തുക. പെരുത്ത മോഹത്തിനാൽ അത്ര മോഹം പിടിച്ച് കിടക്കുക ഈ പണത്തിന് വേണ്ടി, ധനത്തിന് വേണ്ടി. അങ്ങനെ മോഹം പിടിച്ച് അധികം ദ്രവ്യം തരുന്നവൻ ഇന്ന് ഉപേക്ഷിച്ചിട്ട് അധുന പോകുന്നിതെന്നിങ്ങനെ ദുരാശയാ. അത്രയ്ക്ക് ദുരാശയാണ്, അത്യാർത്തിയാണ്. ഇത്രയും ധനമുള്ളവൻ പോയാൽ എന്ത് കഷ്ടമാണെന്ന് കരുതിയിട്ട് അവളെ പെട്ടെന്ന് നിന്ന് പിടിച്ച് നിർത്തിയിട്ട് ഇത്രയും ധനം കിട്ടാതെ പോകുമല്ലോ എന്ന് ഭയന്നിട്ട് വിഷമിച്ചിട്ട് ദുരാശപ്പെട്ടിട്ട് നിദ്ര കൂടാതെ അവൾ അവനെ ആശ്രയിച്ചിട്ട് അർദ്ധരാത്രിയിൽ പുറപ്പെട്ടതു പാരവശ്യാൽ. അവൾക്കൊരു സമാധാനമില്ല. അർദ്ധരാത്രിയായിട്ട് ഉറക്കം വരുന്നില്ല. ഇവൻ പോയല്ലോ എന്ന് കരുതി ഇവള് അകത്ത് കയറും. നിദ്ര കൂടാതെ ഉറക്കമില്ലാതെ അവൾ എന്ത് ചെയ്യുന്നു, അർദ്ധരാത്രിയിൽ പുറപ്പെട്ടതു. എങ്ങനെയാ, വെളിയിലോട്ട് പോകും, ഇവൻ വരുന്നോ എന്ന് നോക്കാൻ ഇറങ്ങും, വീണ്ടും അകത്തേക്ക് കയറും, വീണ്ടും പുറത്തേക്ക് ഇറങ്ങും. ഇങ്ങനെ രാത്രി കഴിച്ചു കൂട്ടുക ഈ ധനത്തിന് വേണ്ടി. അയാൾ പോയത് തിരിച്ചു വരുന്നെങ്കിലെന്ന് വിചാരിച്ചിങ്ങനെ നോക്കി ഇറങ്ങും, അകത്ത് കയറും, വീണ്ടും സമാധാനമില്ല. അർദ്ധരാത്രി പുറപ്പെട്ടതു പാരവശ്യാൽ. അത്രമാത്രം ദുരാഗ്രഹത്തിൽ കാമം പെരുത്ത് അകത്തു പോകും ഉടൻ പുറത്തു വരും. അപ്പോൾ അകക്കാമ്പിൽ അർത്ഥമോഹപാശത്താൽ അവൾ ധനത്തിൻ്റെ മോഹപ്പെട്ട് അതിൽ തന്നെ അങ്ങ് മുഴുകിയിരിക്കുക. ധനമേ അർത്ഥം, കാമം, ഇതൊക്കെ വേണം. അങ്ങനെ അവൾ എന്ത് ചെയ്തു, കോപിയാം ദ്രവ്യസ്ഥനും പോയ അതു നേരം ആദിവേ വധു പൂണ്ടു നിന്നു ചിന്തിച്ചു വേശ്യാനാരി. നമ്മൾ ഈ രസത്തെ നിയന്ത്രിക്കാൻ പറ്റാത്തത് ഇതിന് പഠിച്ചോണം. ഇത് എല്ലാ രസത്തിൻ്റെയും കഥയ്ക്ക് വേണ്ടിയാണ്.
ഇത് ഇങ്ങനെ ഉണ്ട് പുരുഷനും സ്ത്രീയും. അതുകൊണ്ട് ഇപ്പം രസനേന്ദ്രിയത്തിനെ പറ്റി പറയുമ്പോൾ ഈ ഒരു കഥ പറഞ്ഞ ഇതും നമുക്ക് ഇന്ദ്രിയമാണല്ലോ. ഈ ഈ വിഷയവും ധനം വേണമെന്നുള്ളതും കാമം വരുത്തുന്നതും ഇതൊക്കെ ഈ ഇന്ദ്രിയത്തിൻ്റെ കുഴപ്പമാണ്. അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്തു? ഇത്രയും ദേഷ്യം പിടിച്ച് അവൻ പോയപ്പോൾ ഇവക്ക് എന്ത് വന്നു? കോപിയാൻ ദ്രവ്യസ്ഥനം പോയപ്പോൾ ഇവക്ക് വേപതു പൂണ്ട് വിറയിലായി ദേഹം മൊത്തവും. അത് വിഷമം പൊപ്പോയല്ലോ എന്നുള്ളതും, രാത്രി ഉറക്കമുണ്ടോ, ഇറങ്ങും കയറും ഇങ്ങനെ ആയപ്പോഴത്തെ അവൾക്ക് എന്ത് ചെയ്ത് ചിന്തിച്ചു വേശ്യാന്നാല് ശുഷ്കവത്രയായി പല വചനം ചൊല്ലിയിടിനാൾ. എന്തൊക്കെയാ പറയുന്നത്? ശുഷ്കവസ്ത്രം വക്രം വായ ശുഷ്കം ഉണങ്ങി, നാക്കും ചെറിയും വായുവെല്ലാം ഉണങ്ങി വരണ്ട് വിറയിലായി, വേപത് പൂണ്ട് ശരീരം മൊത്തം വിറയിലായി. എന്തിനു വേണ്ട ഇത് ചെയ്യുന്നേ? ഈ വിത്തത്തിന് വേണ്ടിയല്ലേ, ഈ കാമം പെരുത്ത് അവനെ വേണ്ടിയിട്ടല്ലേ, അവൻ്റെ പണത്തിന് വേണ്ടിയിട്ടല്ലേ. അതുകൊണ്ട് ഇവൾ എന്ത് പല വചനം പറയുന്നു. ദുഷ്കൃതമഹോ കഷ്ടം എന്നുടെ മോഹം കാണുക. അവൾ തന്നെ, അവൾക്ക് മനസ്സിലായി, അവൾ തന്നെ അവളോട് തന്നെ പറയുന്നു, എൻ്റെ കഷ്ടം തന്നെ, എൻ്റെ ഈ ആഗ്രഹം ഇത് കാണൂ എന്ന് അവൾ തന്നെ നമ്മൾ തന്നെ നമ്മളെ രസത്തെ നിയന്ത്രിക്കണം. ഇതിനാണ് ഇത് ഉദാഹരണം തരുന്നത്, അല്ലാതെ നടക്കത്തില്ല. അപ്പോൾ ദുഷ്കൃതം ഇത് വല്ലാത്ത കൃത്യമാണ്. ഈ ദുഷ്കൃതമാണ്, ഈ ദുരാഗ്രഹം, അത് കഷ്ടം. ഇത് എന്ത് വരുന്നു? ഇവക്ക് തന്നെ നാശം. ഇതല്ലേ അറിവുള്ളവർ പറയുന്നത്, നമ്മുടെ ശത്രു നമ്മൾ തന്നെ, നമ്മുടെ മിത്രവും നമ്മൾ തന്നെ നമുക്ക് ശത്രുവും മിത്രവും. നമുക്ക് നന്മയായിട്ട് ജീവിക്കണമെങ്കിൽ നമ്മൾ വിചാരിച്ചേ പറ്റൂ, വേറെ ആൾ വിചാരിച്ചാൽ പറ്റത്തില്ല. അതുകൊണ്ട് ദുഷ്കൃതമഹോ കഷ്ടം എന്നോട് മോഹം കാണുക. നമുക്കിനി കണ്ടു വായിക്കാം. ദുഷ്കൃതമഹോ കഷ്ടമെന്നുടെ മോഹം കാൺക. അജ്ഞാനിയായിട്ടു ഞാൻ കാമപാശേന ബധ്വ സുജ്ഞാന സ്വരൂപനായി നഷ്ടചിത്താനന്ദനായി ഹൃദിസ്ഥനായ രതിപ്രദനെ ത്യജിച്ചു ഞാൻ. മതത്താൽ ശോകമോഹപ്രദമായിരിക്കുന്ന തുച്ഛമോഹത്തെ ഇച്ഛിച്ച് അതിനെ ത്യജിക്കുന്നത് അച്യുത പാദഭക്തിയില്ലായ്ക തന്നെ നൂനം. അജ്ഞാനി, അറിവില്ലായ്മ കൊണ്ട് അവൾ ഇത്രയെല്ലാം കാട്ടിക്കൂട്ടി. നമുക്ക് തന്നെ മനസ്സിലായി. അജ്ഞാനം എന്ന് വെച്ചാൽ അത്രയ്ക്ക് അറിവില്ല അവൾക്ക്. ഈ ലോകത്തിൽ ഈ നശിക്കുന്ന ഈ വിത്തത്തിന് വേണ്ടിയും ഈ കാമം വരുത്ത് ഇങ്ങനെ ഈ നാറുന്ന ദേഹത്തിന് വേണ്ടിയും ഇവൾക്ക് തന്നെ മനസ്സിലായി. അജ്ഞാനിയായിട്ട് ദുഷ്കൃതമഹോ, എൻ്റെ മോഹമാണ് ഇത്രയും സംഭവിക്കുന്നത്. എനിക്ക് വിറയിൽ പിടിച്ചതും ഈ നാക്കും ചെറിയ ഉണക്കെല്ലാം എന്താ കാരണം? എൻ്റെ അറിവില്ലായ്മ കൊണ്ടാണ്. അജ്ഞാനിയായിട്ട് ഞാൻ കാമപാശേന, പാശം കയറ് കാമത്തിൽ പെട്ടുപോയി. ഇത്രമാത്രം ദുരാഗ്രഹത്തിൽ എന്നെ അത്രമാത്രം അവൾ അതിലങ്ങ് സംഘമായി പോകുന്നത്. ധനമേ എന്ന് പറഞ്ഞ് അത് ബദ്ധലാണ്. എന്നാൽ സുജ്ഞാന സ്വരൂപനായിരിക്കുന്ന പരമാത്മാവ് നഷ്ടചിത്ത ആനന്ദനായി എനിക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. എൻ്റെ പരമാത്മാവായ ഈശ്വരൻ നമ്മുടെ ഉള്ളത്തിലുണ്ട്. അത് നഷ്ടചിത്ത ആനന്ദനായി ഹൃദിസ്ഥനായ അങ്ങനെയുള്ള പരമാത്മൻ നഷ്ടപ്പെടുത്തിക്കൂടാ. നമ്മുടെ ഉള്ളത്തിൽ തന്നെ സുജ്ഞാന സ്വരൂപനുണ്ട്, പരമാത്മാവുണ്ട്. നമ്മുടെ ഹൃദിസ്ഥനായ നമ്മുടെ ഉള്ളത്തിൽ അത് അങ്ങനെയുള്ള പരമാത്മനെ രതിപ്രദനെ ത്യജിച്ചു ഞാൻ, നഷ്ടപ്പെടുത്തി കളഞ്ഞു, നഷ്ടചിത്താനന്ദമാക്കി കളഞ്ഞു. എൻ്റെ ഉള്ളത്തിൽ തന്നെ പരമാത്മാവ്, എൻ്റെ പതി, എൻ്റെ നാഥൻ എൻ്റെ ഉള്ളത്തിലുണ്ട്. ആ രതിപ്രദനെ ത്യജിച്ചു ഞാൻ. അതിനെ വേണ്ടാന്ന് വെച്ചിട്ടാണ് ഈ ദുഷ്കൃതം, ഈ വേണ്ടാത്ത ചിന്തയ്ക്ക് വേണ്ടി പോകാൻ കാരണമായത്. എൻ്റെ ഉള്ളത്തിൽ തന്നെ പരബ്രഹ്മമുണ്ട്. അത് സുജ്ഞാന സ്വരൂപനായി നഷ്ടചിത്ത ആനന്ദനായി ഹൃദിസ്ഥനായ രതിപ്രദനെ ഞാൻ ത്യജിച്ചു പോയി. മതത്താൽ ശോകമോഹപ്രദമായിരിക്കുന്ന തുച്ഛമോഹത്തെ ഇച്ഛിച്ച് അതിനെ ത്യജിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ത്യജിക്കാൻ കാരണം? മതം വന്ന്, അഹങ്കാരം. മതത്താൽ ശോകമോഹപ്രദമായത്. മതം വരുമ്പോൾ അഹങ്കാരം വരും. എന്തൊരു ശോകമുണ്ട്, ദുരിതങ്ങളും ദുഃഖങ്ങളും മോഹപ്രദം കൊണ്ട് വരുന്നു. അത് അങ്ങനെയുള്ള തുച്ഛമോഹം, അത് നിസ്സാരമാണ്. ഇത് നിത്യമല്ല. ഈ ആഗ്രഹങ്ങൾ, ഈ പുറമേ ഉള്ളതെല്ലാം നശിക്കുന്നതാണ്. ഇത് നിത്യമല്ല. അതിനു വേണ്ടി ഇത്രയും കഷ്ടപ്പെടുത്തേണ്ട കാര്യമുണ്ടോ? നമ്മുടെ ഉള്ളത്തിൽ തന്നെ പരബ്രഹ്മമൂർത്തി ഉണ്ടല്ലോ. പിതാവായ ദൈവം എല്ലാവർക്കും നാഥനായി രതിപ്രദനായി നമ്മുടെ ഉള്ളത്തിലുണ്ട്. അത് നഷ്ടപ്പെടുത്തി കളഞ്ഞു പോയല്ലോ. അതുകൊണ്ട് ഹൃദയസ്ഥനായ രതിപ്രദനെ ഞാൻ ത്യജിച്ചു, വേണ്ടാന്ന് വെച്ചിട്ട് ത്യജിച്ചിട്ട് മതത്താൽ ശോകമോഹപ്രദമായിരിക്കുന്ന തുച്ഛമോഹത്തെ, ഈ വെറുതെ നിസ്സാരമായിരിക്കുന്ന ഈ കാമാർത്തിയെ
ഇച്ഛിച്ച് മറ്റേ പരബ്രഹ്മത്തെ ആത്മാവിലിരിക്കുന്ന പരമാത്മനെ ത്യജിച്ച് അതിനെ ത്യജിക്കുന്നത് അച്യുത പാദ ഭക്തി ഇല്ലാതെ തന്നെ നൂന. എനിക്കത് ഭഗവാനുള്ള ഭക്തി ഇല്ലാത്തത് കൊണ്ട് തന്നെയാണെന്ന് മനസ്സിലായി. ഈ വേശ്യയ്ക്ക് മനസ്സിലായി എൻ്റെ ഇത്രയും അഹങ്കാരം മൃതകം പെരുത്ത് കാമപാശത്താൽ എന്നെ കെട്ടിയിട്ട് ഇതിലേക്ക് ഭ്രമിപ്പിക്കുന്ന മൊത്തവും എൻ്റെ ഉള്ളത്തിലെ പരമാത്മാവിനെ എനിക്ക് അറിയാൻ പറ്റാത്തത് കൊണ്ടാണ്. അത് ആനന്ദപ്രദമാണെന്ന് അത് അറിയാതെ പോയല്ലോ എന്ന് ഇവരെ മനസ്സിലാക്കി. നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമ്മൾ തന്നെ മനസ്സിലാക്കി അടക്കണം. ഇതാണ് ഇതിൻ്റെ ഉദാഹരണം. അപ്പം നാക്കിൻ്റെ രസത്തെ നമ്മൾ നിയന്ത്രിക്കണം. അല്ല പെട്ടെന്ന് നിരാഹാരം എടുത്ത് എല്ലാം ഞാൻ നിർത്തുമെന്നും പറയാം പെട്ടെന്നങ്ങ് നിർത്തി കടുംബം ചെയ്താൽ വ്രതം മുടങ്ങുമ്പോൾ നിരാഹാരം മുടങ്ങും. വീണ്ടും എത്രത്തോളം മുടക്കും അതിൻ്റെ ഇരട്ടിക്ക് നാക്കിന് രുചി വേണം, കഴിക്കണം. അതിനേക്കാൾ നല്ലത് നമ്മൾ നിയന്ത്രിച്ച് മാറ്റണം. നമ്മൾ തന്നെ രസത്തെ മാറ്റി എടുക്കണം. ഇവളിപ്പോൾ എന്താ അവളെ ഈ ദുഷ്കൃതം അവൾ തന്നെ മനസ്സിലാക്കി. അവളുടെ ഇത് കഷ്ടം, ഈ നിസാരപ്പെട്ട ഈ മോഹത്തിൽപ്പെട്ട് ഉഴന്നത് എൻ്റെ ഞാൻ അജ്ഞാനിയായതുകൊണ്ടാണ്, എനിക്ക് അറിവില്ലായ്മ ആയതുകൊണ്ടാണ്. സുജ്ഞാന സ്വരൂപനായിരുന്ന പരമാത്മാവ് എൻ്റെ ഉള്ളത്തിലുണ്ടല്ലോ. ഞാൻ മറ്റതിനെ അതിനെ ഞാൻ ത്യജിച്ചിട്ട് ഞാൻ ഈ വേണ്ടാത്ത അടുത്തന്നെ തലയ്ക്ക് കയറ്റിയതുകൊണ്ടാണല്ലോ എനിക്ക് ഇങ്ങനെ സംഭവിച്ചത്. അതുകൊണ്ട് തുച്ഛമോഹത്തെ ഇച്ഛിച്ചിട്ട് അതിനെ ത്യജിക്കുന്നത്, പരമാത്മാവിനെ ഉള്ളത്തിലിരിക്കുന്ന ആനന്ദമൂർത്തിയെ ത്യജിക്കുന്നത് മറ്റത് തുച്ഛമോഹത്തെ വേണ്ടിയിട്ടാണല്ലോ. അതുകൊണ്ട് അച്യുത പാദഭക്തി ഇല്ലായ്ക കൊണ്ട് തന്നെ നൂനം, അല്ലാതെ മറ്റൊന്നും കൊണ്ടുമല്ല. നമ്മൾ ചിന്തിക്കണം, നമുക്ക് പരമാത്മാവിനോട് ഭക്തിയും സ്നേഹവും ഒക്കെ ഉണ്ടെങ്കിൽ തനിയെ ഈ രസങ്ങൾ നിൽക്കും. ഇപ്പോൾ ഇവർക്കും ഭക്തി പരമാത്മാവ് ഇങ്ങനെ ഉണ്ടെന്ന് അറിയുമ്പോൾ അവർ തനിയെ അവരുടെ ദുഷ്കൃതങ്ങൾ മൊത്തം അവരില്ലാതെ നശിപ്പിച്ചിട്ട് ഈശ്വരനെ തന്നെ അഭയം കൊള്ളും. അതുകൊണ്ട് ഭഗവാനുള്ള ഭക്തി ഇല്ലാത്തത് കൊണ്ടാണെന്ന് അവർക്ക് മനസ്സിലായി. അതുമല്ലിഹ കഷ്ടം ആത്മാവ് പരിതപിച്ച് അതികാമാർത്ഥാശയ മോഹിതയായിട്ട് കാണൂ. എന്താ? അതും അല്ല. ഇവിടെ ഇഹ കഷ്ടം ആത്മാവ് പരിതപിച്ച് അതികാമാർത്ഥ ആശയ. എന്താ? ആത്മാവ് എന്തിനു വേണ്ടി പരിതപിച്ചു? കാമം അർത്ഥം ആശ. അയാളുള്ള കാമവും അയാളുടെ ധനത്തിനും ആശിച്ചു മോഹിതയായി അവൾ അതിനു വേണ്ടി അവനെയും വേണം, അവൻ്റെ ധനത്തെയും വേണം. അങ്ങനെ മോഹിച്ച് അത് മനസ്സിലാക്കി അവൾ കാണൂ എന്ന് വെച്ചാൽ അവൾ തന്നെ അപ്പം ഇത്രത്തോളം മനസ്സിലാക്കി. ഞാൻ അത് മാത്രമല്ല, ഞാൻ അവനെയും മോഹിച്ചു, അവൻ്റെ ധനത്തെയും ആഗ്രഹിച്ചു, മോഹിച്ചു, വെറുതെ പരിഭ്രമിച്ച് ഉഴലുന്നതും ഇപ്പോൾ ഞാൻ അങ്ങനെ ഇവനെ വെറുതെ, കാരണം അവൻ പോവുകയും ചെയ്ത് കിട്ടിയതുമില്ല. ഇവള് വായും നാക്കും ചെറിയെല്ലാം വരണ്ടുണങ്ങി വിറയില് കൊണ്ട് സഹിക്കവയ്യാത്ത വെപ്രാളവും പരവേശവും ഒക്കെ ആയി. വല്ല കാര്യമുണ്ടോ? എന്തിനു വേണ്ടിയാണ്? തുച്ഛമോഹം. അവൻ്റെ പണവും കിട്ടിയില്ല, അവനും കിട്ടിയില്ല, അവനും പോയി. ഇവള് എവിടെ ദേഹം മൊത്തവും നശിപ്പിച്ച് വിറച്ച് അവൾക്ക് തന്നെ സമാധാനക്കേടുണ്ടാക്കി. അപ്പോൾ അത് നഷ്ടമല്ലേ? എന്തെങ്കിലും സന്തോഷം വന്നോ? സുഖം കിട്ടിയോ? പണവും കിട്ടിയില്ല, അവളെ ശരീരത്തിന് വേണ്ടാത്ത വിഷമവും ഉണ്ടായി. അതുകൊണ്ട് വെറുതെ പരിഭ്രമിച്ച് ഉഴലുന്നതും ഇപ്പോൾ ഞാൻ അതിന് വെറുതെ കിട്ടുമെന്ന്, ഇതെല്ലാം വന്ന് ചേരുമെന്ന് വെറുതെ പരിഭ്രമിച്ചു പോയി, ഉഴന്നുപോയി, കഷ്ടപ്പെട്ടു പോയി. എന്നിട്ടോ പെരുത്ത ദുഃഖത്തിനായി സങ്കേതവൃത്തി കൊണ്ടും നശ്യമായിരിക്കുന്ന വിത്തത്തെ സമ്പാദിച്ചു വിശ്വസിച്ചിരിക്കുന്ന സുഖവും നഷ്ടം കഷ്ടം. അപ്പോൾ ഈ പെരുത്ത ദുഃഖം വന്നവക്ക് ഇത്രയും വിറയിൽ പിടിച്ചപ്പോൾ അവൾ എന്ത് ചെയ്യാനാ? എന്തെങ്കിലും ആപത്ത് വന്നു പോയാൽ എന്ത് ചെയ്യും? അങ്ങനെ വിറച്ച് വീണ് അറ്റാക്കൊക്കെ വന്നു പോകത്തില്ലേ? ഹാർട്ട് അറ്റാക്കൊക്കെ വരത്തില്ലേ? അപ്പോൾ അവൾ ചിന്തിച്ച് ഇത്രയും എനിക്ക് ദുഃഖം വിറയിലും ഒക്കെ വന്നു. എന്ത്? ഈ സങ്കേത വൃത്തി കൊണ്ട്, ഇവള് വേശ്യാവൃത്തി എടുത്തത് കൊണ്ട് നശ്യമായിരിക്കുന്ന വിത്തത്തെ സമ്പാദിച്ച് ഈ വിത്തം എത്ര കിട്ടിയാലും നശിക്കുന്ന അവിടെ ഇരിക്കില്ല, അത് വരും പോകും. അതിനുവേണ്ടിയുള്ള ശരീരം മൊത്തവും നഷ്ടപ്പെടുത്തുന്ന കാര്യമുണ്ടോ? അവിടെ നശ്യമായിരിക്കുന്ന ഈ വിത്തത്തെ സമ്പാദിച്ച് വിശ്വസിച്ചിരുന്നു പോയി സുഖം കിട്ടുമെന്നും പറഞ്ഞ്. എങ്ങനെ വിശ്വസിച്ചു? എനിക്ക് ഇത്രയൊക്കെ വാരി കൂട്ടുമ്പോൾ എനിക്ക് സുഖമായിരിക്കും എന്ന് കരുതി. പക്ഷെ സുഖമുണ്ടോ? ദേഹത്തിന് എന്തെങ്കിലും സുഖമുണ്ടോ? അസ്വസ്ഥതയല്ലാതെ മനസ്സമാധാനമുണ്ടോ? ഉറക്കമുണ്ടോ? നിദ്രയുണ്ടോ? ഉറക്കമില്ല, സമാധാനമില്ല, ദേഹത്തിന് വിറയിലായി, നാക്കും ചെറിയും വായും എല്ലാം ഉണങ്ങി വരണ്ടു. അതുകൊണ്ട് ഇവള് നശ്യമായിരിക്കുന്ന വിത്തത്തെ, ഈ നശിച്ചു പോകുന്ന ഈ ധനത്തെ സമ്പാദിച്ച് വിശ്വസിച്ചിരുന്നു സുഖം കിട്ടുമെന്നും പറഞ്ഞ് വിശ്വസിച്ചിരിക്കുന്ന സുഖവും നഷ്ടം വന്നു. ആ സുഖവും കിട്ടിയില്ല, ധനവും കിട്ടിയില്ല, കാമം വരുത്ത അവനെയും കിട്ടിയില്ല. അത് കഷ്ടം.
എന്നിട്ട് അവൾ തന്നെ മനസ്സിലാക്കുന്നു, അസ്ഥി മാംസാദിയാലേ നിർമ്മിതമായ ദേഹം എത്രയും ദുർഗന്ധമായി നഖരോമങ്ങളോടും നവദ്വാരേണ മലമൂത്രപാത്രമായൊരു വപുസും നിത്യമല്ലാത്തതിനാൽ ഇഹ ഞാനും മൂഢതിയായിട്ടിപ്പോൾ ജനകരാജ്യത്തിങ്കിൽ ആടൽ പൂണ്ടുഴലുന്നു മായാവൈഭവത്തിനാൽ. ഇതൊരു മായാവൈഭവം തന്നെയാണ്. കാരണം അസ്ഥി മാംസാദിയാലെ നിർമ്മിതമായ ദേഹം, ഈ പഞ്ചഭൂത നിർമ്മിതത്തിൽ എന്തൊക്കെയാ ഉള്ളത്? അസ്ഥി, മാംസം, മജ്ജ, നാറ്റം, എത്രയും ദുർഗന്ധം, വിയർപ്പ് നാറ്റം, നഖരോമങ്ങളുള്ള വൃത്തിയിട്ടില്ലാത്ത ദേഹം, 9 ദ്വാരങ്ങളോട് കൂടിയ മലമൂത്ര പാത്രമായൊരു വപുസ്, ഇങ്ങനെയുള്ള ശരീരം, മലമൂത്രമായിരിക്കുന്ന അഴുക്ക് പിടിച്ച ഈ വപുസ് നിത്യമല്ലാത്തതിനാൽ, ഇതൊന്നും നിത്യമല്ല, ഇന്ന് കാണുന്നവൻ നാളെ ഇല്ല. ഇതിനു വേണ്ടി ഈ ശരീരത്തെ മൊത്തം നശിപ്പിച്ചവൾ ഇതിനു വേണ്ടി ഈ സങ്കേതത്തിൽ ഈ വൃത്തി ചെയ്ത് ജീവിക്കാൻ ഇവൾ ചെയ്തതെല്ലാം എന്ത് അജ്ഞാനം കൊണ്ടാണെന്ന് അവൾ തന്നെ ചിന്തിക്കുക. അസ്ഥി മാംസാദിയാലെ നിർമ്മിതമായ ദേഹം എത്രയും ദുർഗന്ധമായി നഖരോമങ്ങളോടും നവദ്വാരേണ മലമൂത്രപാത്രമായൊരു വപുസും നിത്യമല്ലാത്തതിനാൽ ഇങ്ങനെയുള്ള ദേഹമാകുന്ന ഈ പാത്രം നിത്യമാണോ? അല്ല. ഇവിടെ ഞാനും മൂഢതിയായിട്ടിപ്പോൾ അത്ര എന്താ പറയാ മൂഢബുദ്ധിയായി പോയല്ലോ. ഈ ജനകരാജ്യത്തിങ്കിൽ ആടൽ പൂണ്ടുഴലുന്നു. ഈ വിദേഹ രാജ്യം, ഈ ജനകൻ്റെ രാജ്യത്തിൽ ആടൽ പൂണ്ട് ഞാൻ ഉഴന്നു. ഇതെന്താ? മായ. ഇതാണ് മായ. ഇതിൽ നിന്ന് വിരമിക്കണമെങ്കിൽ നമുക്ക് വിദ്യ വേണം. അജ്ഞാനമാണ് ഇതത്രേ. അജ്ഞാനത്തിനെ വിജ്ഞാനം കൊണ്ട്, അറിവ് കൊണ്ട് വേണം നമുക്ക് ഇത് മാറ്റാൻ, അല്ലാതെ രക്ഷയില്ല. അപ്പോൾ ഇവർക്ക് എന്ത് വന്നു? ഇത് മായയിൽപ്പെട്ട് ഉഴന്നു പോയി. അവർക്ക് എല്ലാവരെക്കാളും അത് വേണം, ഇത് വേണം, സുഖം, ഇങ്ങനെയൊക്കെ ചിന്തിച്ചു പോയി. അറിവില്ലായ്മ. ഇത് നശിക്കുന്നതാണെന്നും ഇത് ഇത്രയും നാറ്റുന്ന ദേഹമാണെന്നും ഒക്കെ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചു. ഇവൾ തന്നെ നന്നായി മനസ്സിലാക്കി. ഇത്ര ആടൽ പൂണ്ട് ഉഴലുന്നപ്പോൾ ഇത് മായ വൈഭവമാണ്, ഇത് പരമാത്മാവിന് തന്നെ ഈ മായയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് എന്നിട്ട് എന്തൊക്കെ വരുന്നു? വീണ്ടും നിദ്രയിൽ സ്വപ്നം പോലെ ഇരിക്കും ദേഹാദികൾക്കെത്രയും കർത്താവായോരാത്മാവു തന്നെ നിത്യം സകല ഭർത്താവായിട്ടിരിക്കുന്ന അതിനാലേ സകല ആത്മാവിനാൽ രമിക്കുന്നതോ ഞാനും. പരമാത്മാവിൽ തന്നെ നമുക്ക് രമിക്കാം. ഇവള് പറയുന്നു, നിദ്രയിൽ സ്വപ്നം പോലെ ഇരിക്കുകയാണ് നമ്മളെ ദേഹങ്ങൾ. ഇന്ന് നമ്മൾ സ്വപ്നം കണ്ടാൽ രാത്രിയിൽ ഉറക്കത്തിലൊക്കെ നമ്മൾ നന്നായി സ്വപ്നം കാണും. ഉണരുമ്പോൾ ഈ സ്വപ്നത്തിൽ കണ്ട എന്തെങ്കിലും നമ്മുടെ ഉള്ളത്തിലുണ്ടോ? സ്വപ്നം കണ്ടതെല്ലാം ഉണരുമ്പോൾ എല്ലാം അങ്ങ് മാഞ്ഞു പോകും. എന്തെങ്കിലും അവിടെ ഉണ്ടോ? ഇല്ല. അതുപോലെയാണ് നമ്മുടെ ദേഹാദികൾക്ക് എത്രയും. അങ്ങനെയുള്ള ദേഹത്തിന് ഉറക്കത്തിൽ കണ്ട സ്വപ്നം എങ്ങനെ ഇല്ലാതെ പോകുന്നു? അതുപോലെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പകലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോഴന്നെ നശിച്ചു പോകുന്നു. ഇന്നിപ്പോൾ എന്താ പറയുക, ഒരു ഭൂമി കുലുക്കം വന്നാൽ മൊത്തവും നശിക്കുന്നു, അല്ലാതെ മരിച്ചു പോകുന്നു, എല്ലാം നശിച്ചു പോകുന്നു. അത് മനസ്സിലാക്കിയിട്ട് അവൾ പറയുന്നു, സ്വപ്നം കണ്ട് ഉണരുമ്പോൾ ഇല്ലാത്തതുപോലെ ഈ ദേഹാദികൾക്ക് എത്രയും എന്താ വേണ്ടത്? കർത്താവായൊരാത്മാവ് തന്നെ നിത്യം സകല ഭർത്താവായിട്ടിരിക്കണം. നമ്മുടെ ഉള്ളത്തിൽ പരമാത്മാവ് ചൈതന്യമൂർത്തി, പരബ്രഹ്മമൂർത്തി നമ്മുടെ ഉള്ളിൽ എല്ലാവർക്കും ഉണ്ട്. എല്ലാവരും കർത്താവായൊരു ആത്മാവ് നമ്മുടെ ഉള്ളത്തിലുണ്ട്. അതിനെ നമ്മൾ ഭക്തിപൂർവ്വം ആത്മാവിൽ രമിക്കാം. അതാണ് കർത്താവായൊരാത്മാവ് തന്നെ നിത്യം ഈ ദേഹാദികളിൽ എന്തായിരിക്കുന്നു? സകല ഭർത്താവായിട്ടിരിക്കുന്നതിനാൽ നമ്മുടെ ഉള്ളത്തിൽ നിറഞ്ഞിരിക്കുക പരബ്രഹ്മം. അതിനപ്പുറത്ത് വേറെ എന്താ വേണ്ടത്? സത്യം പതി നിന്റെ ആത്മാവ് നിത്യം രമിക്ക നീ ആത്മാവിൽ ഇത്തരം ചെയ്വതു പാതിവൃത്യമെന്നു ചിത്തേ ധരിക്ക നീ ജ്ഞാനപ്പെണ്ണേ. എല്ലാവരും വിചാരിക്കുന്നെന്താ? അവനവന് താലി കെട്ടിയ ഭർത്താവാണ് ദൈവത്തിന് തുല്യമാണെന്ന്. ഒരിക്കലുമല്ല. ഇതെല്ലാം ഈ ലോകത്തിലുള്ള ഭർത്താവാണ്, അത് നിത്യമല്ല. നമ്മുടെ ഉള്ളത്തിൽ നിത്യമായി നമ്മുടെ ദേഹത്തിൽ വസിക്കുന്ന പരമാത്മാവായിരുന്ന ഭർത്താവ് നമ്മളെ സത്യമായ ഒന്ന്, അതാണ് പരമാത്മാവ്. ആ സത്യം പതി ഭർത്താവ്, ആ സത്യമായിരിക്കുന്ന പരബ്രഹ്മമാണ് നമ്മുടെ പതി ഭർത്താവ്. അതിൽ നമ്മൾ രമിക്കുക, ആനന്ദിക്കുക, ആ ബ്രഹ്മത്തിൽ ലയം പ്രാപിക്കുക. അതാണ് എത്രയും കർത്താവായ ഒരാത്മാവ് തന്നെ നിത്യം സകല ഭർത്താവായിട്ടിരിക്കുന്നതിനാൽ നിത്യവും ഉണ്ട്. എന്നാൽ ഈ ലോകത്തിലുള്ള നമ്മുടെ വിവാഹം ചെയ്ത ഭർത്താവ് നിത്യവും നമ്മൾ രമിച്ചിരിക്കുന്നുണ്ടോ? പറ്റത്തില്ല, ഒരിക്കലും പറ്റത്തില്ല. അവർക്ക് സാധിക്കത്തില്ല, അത് ആർക്കും സാധിക്കത്തില്ല. അതൊക്കെ ഈ ഇന്ദ്രിയങ്ങളുടെ
ഇത് ഇന്ദ്രിയങ്ങൾക്ക് വേണമെന്ന് തോന്നുമ്പം സ്നേഹം വരും, അല്ലാത്തപ്പോൾ ഇല്ല. ഇത് എത്രയോ ഇന്ന് എന്താ ബന്ധം ഒഴിയാൻ കാരണം തന്നെ നിത്യമായിട്ട് ഭർത്താവായി സ്നേഹിച്ച് പരമാത്മാവും അതായത് ശിവശക്തി പോലെ ചേർന്ന് ലയിച്ചിരിക്കാൻ പറ്റത്തില്ല ഈ ലോകത്ത്, അങ്ങനെയാണ്. പക്ഷേ നിത്യവും നമ്മുടെ ഉള്ളത്തിൽ ഇരിക്കണമെങ്കിൽ അത് പരമാത്മാവിന് മാത്രമേ പറ്റൂ. അതായത് ദേഹാദികൾക്ക് നമ്മളെല്ലാം ദേഹങ്ങളാണ്. ഈ നമുക്ക് ഇത് പുരുഷനെന്നില്ല സ്ത്രീ എന്നില്ല, ഇത് പുരുഷനും സ്ത്രീക്കും ഒരുപോലെ തന്നെയാണ്. കർത്താവായ ഒരാത്മാവ് തന്നെ നിത്യം സകല ഭർത്താവ്, നാഥൻ പരബ്രഹ്മം നമ്മുടെ ഉടയവൻ, അതാണ്. അങ്ങനെയുള്ള ഭർത്താവായിട്ടിരിക്കുന്നതിനാലേ സകലം ആത്മാവിനാൽ രമിക്കുന്നതോ ഞാനും. ഭക്തി കൊണ്ട് പരമാത്മാവിനെ ആനന്ദത്തിൽ നമുക്ക് അതാണ് അവധൂതൻ എന്താ ഇത്ര ആനന്ദപ്രദമായി ഇരിക്കുന്നതെന്ന് യദു ചോദിച്ചപ്പോൾ ഇതാണ് കാരണം. നിത്യവും പരമാത്മാവ് ഉള്ളത്തിൽ വസിച്ചിരുന്ന് ലയം പ്രാപിക്കുമ്പോൾ ആ രതിപ്രിയനെ നമ്മൾ അത്രമാത്രം ആനന്ദമായിട്ട് അനുഭവിക്കുമ്പോൾ നമുക്ക് ആനന്ദമുണ്ടാകും, എപ്പോഴും സുഖത്തിലിരിക്കാൻ തോന്നും. ആനന്ദചിത്തനായിട്ട് ആ ബ്രഹ്മത്തിൽ ലയിച്ചിരിക്കുന്നതുകൊണ്ടാണ് അദ്ദേഹത്തിനെ കണ്ടപ്പോൾ എന്താ ഇത്ര പ്രസന്നമായിട്ടും ആനന്ദചിത്തനായിട്ടിരിക്കാൻ എന്താ ഇത് കാരണം, എന്താ ഇതിൻ്റെ എങ്ങനെ വന്ന് സംഭവിക്കുന്നു, ആ പരമാനന്ദത്തിലിരിക്കാൻ എനിക്കും കൂടെ ഒന്ന് പറഞ്ഞു തരൂ എന്നാണ് ചോദിച്ചത്. അപ്പോൾ സകലം ആത്മാവിനെ രമിക്കുന്നതോ ഞാനും. അങ്ങനെ ആ സ്ത്രീ, ആ വേശ്യാസ്ത്രീ ഇത് മനസ്സിലാക്കുന്നു. അല്ലാതെ ഈ പുറമേയുള്ള കാമുകന്മാരൊന്നും അവർക്ക് അവരുടെ കാര്യം സാധിക്കും, അവർ പോകും. നാരിമാർ അവർക്ക് വിത്തവും അതായത് പണവും ഒക്കെ കിട്ടുമ്പോൾ അവരും അവരുടെ കാര്യം നോക്കി പോകും. പക്ഷേ നമ്മുടെ ഉള്ളത്തിലേക്കുന്ന പരബ്രഹ്മൂർത്തി എങ്ങും ഇറങ്ങിപ്പോവില്ല, നിത്യവും ഇരിക്കും. ആ പരമാത്മാവ് സർവ്വസമയവും നമ്മൾ തന്നെ ഉള്ളത്തിൽ വസിക്കും, എങ്ങും ഇറങ്ങിപ്പോവില്ല. മറ്റത് അപ്പോഴും കണ്ട് ഇറങ്ങിപ്പോയി നശിച്ചു പോകുന്നു. അപ്പോൾ അത് ഇവർ തന്നെ അത് മനസ്സിലാക്കി. സകല ഭർത്താവായിട്ടിരിക്കുന്നു, അതിനാലേ സകലം ആത്മാവിനാൽ രമിക്കുന്നതു ഞാനും. ഞാൻ ഭഗവാൻ തന്നെ ആനന്ദിക്കുന്നു. അതിനാൽ എൻ്റെ ഭർത്താവായത് പരമാത്മാ, അതുകൊണ്ട് എനിക്കിനി എൻ്റെ ഭർത്താവായിരിക്കുന്ന പരമാത്മാവ് മതി. മതിയില്ലായ്മ കൊണ്ടങ്ങുഴന്നേൻ ഇത്ര കാലം. എൻ്റെ മനസ്സ് അറിവില്ലായ്മ, എൻ്റെ മനസ്സിൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ ഇത്ര നാൾ അറിവില്ലാതായിപ്പോയി, ഞാൻ ഉഴന്നുപോയി, ഞാൻ വിഷമിച്ച് ഞാൻ അജ്ഞാനിയായിപ്പോയി. ഇത്രയും ദുഃഖം വന്നതുകൊണ്ടാണ് അവരത് ഓർത്തത്. എന്തിനാ എനിക്കിത്ര പരവേശം, എനിക്ക് നാക്കം ചെറി ഉണങ്ങാനുള്ള കാര്യമെന്താ, എനിക്ക് അതിൻ്റെ പുറകെ പോയിട്ടല്ലേ, എന്നിട്ട് കാര്യമല്ല സാധിച്ചോ, ധനം കിട്ടിയോ, അവൻ എതിർത്ത് പോവുകയും ചെയ്ത് ഇവക്ക് അസ്വസ്ഥതയായി, ശരീരത്തിന് ക്ലേശവുമായി. അപ്പോൾ ഇത്ര നാൾ ഇങ്ങനെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ ഇങ്ങനെ ആയിപ്പോയല്ലോ ഭഗവാനെ എന്ന് ഇത്രകാലം ഞാൻ ഉഴന്നു പോയല്ലോ. ആകയാൽ സർവനാരീ പുരുഷന്മാരെ രക്ഷിച്ച് അഖിലേശ്വരനായ വിഷ്ണു മൽഭർത്താനൂനം. അതുകൊണ്ട് മക്കളെ നമ്മൾ ചിന്തിക്കൂ, സർവനാരീ പുരുഷന്മാർക്കും, അല്ല പെണ്ണുങ്ങൾക്ക് മാത്രമല്ല. ചിലർ ചിന്തിക്കും ഇത് സ്ത്രീകൾക്ക് മാത്രമാണോ, അല്ല, പുരുഷന്മാർക്കും സ്ത്രീക്കും ഇവിടെ പരമാത്മാവിന് ആൺ പെണ്ണെന്നുള്ള വ്യത്യാസമില്ല. പുരുഷനും സ്ത്രീക്കും ഒരുപോലെ തന്നെയാണ്. പരബ്രഹ്മത്തെ നമ്മുടെ ഉള്ളത്തിൽ ആനന്ദചിത്തനായിട്ട്. ഇപ്പം എങ്ങനെ അവധൂതൻ എങ്ങനെയാ, അവധൂതൻ ആ ആനന്ദം എങ്ങനെ ഉണ്ടായി, പരമാത്മാവ് ഉള്ളിലുണ്ടായിട്ടല്ലേ. ഇപ്പം നമ്മളെ പെണ്ണുങ്ങൾ ആരെല്ലാം എവിടെല്ലാം ഇങ്ങനെ പരമാത്മാവിനെ ഉള്ളിലാക്കി ആനന്ദിക്കുന്നു, അത് സ്ത്രീയല്ലേ. അപ്പോൾ സ്ത്രീ എന്നും പുരുഷനും ആത്മാവിന് ആണെന്നോ പെണ്ണെന്നോ ഇല്ല. അത് പുരുഷനും പരമാത്മനെ ഉള്ളിലാക്കാം, സ്ത്രീക്കുമാക്കാം. ആനന്ദം എന്ന് പറയുന്നത് അതൊരു പരമാനന്ദമാണ്. അത് നമ്മളെ ഭക്തിയിൽ കൂടി അത്രത്തോളം പരമാത്മാവിന് പ്രേമമാകുന്ന ഭക്തിയാണ്. അതിനപ്പുറം വേറൊന്നും ഇല്ല. പരബ്രഹ്മമേ നമുക്ക് ലോകത്തുള്ളു, അതിനപ്പുറത്ത് തലക്കെട്ടിൽ ആരുമില്ല. നമ്മളെ എല്ലാമാണ് ഭഗവാൻ. അങ്ങനെ നമ്മൾ ആകയാൽ സർവനാരീ പുരുഷന്മാരെ രക്ഷിച്ച്, എല്ലാവരും രക്ഷിച്ച് അഖിലേശ്വരനായ വിഷ്ണു മൽഭർത്താനൂനം. എല്ലാ സർവനാരീ പുരുഷന്മാർക്കെല്ലാം രക്ഷിക്കുന്ന അഖിലേശ്വരനായ, ജഗത്തിന് എല്ലാവർക്കും ഈശ്വരനായ മഹാനാരായണൻ പരമാത്മാവായ വിഷ്ണു എൻ്റെ ഭർത്താ, അതാണ് എൻ്റെ ഭർത്താവ്. നമ്മൾ ഓരോരുത്തരും ആണും പെണ്ണും ഭേദമന്യേ പറഞ്ഞോണം. എൻ്റെ പരമാത്മാവ്, ആണുങ്ങൾ തന്നെ ചിന്തിച്ചോണം, എൻ്റെ ഭാര്യ എൻ്റെ ഭർത്താവായി നിൽക്കുന്ന എൻ്റെ പരമാത്മാവാണ്. അവരൊരു ഭാര്യ എന്ന് പറഞ്ഞോളൂ, എൻ്റെ ഭാര്യ എൻ്റെ ഭഗവാൻ പരമാത്മാവാണ്. പെണ്ണുങ്ങളും പറഞ്ഞോളൂ, എൻ്റെ ഭർത്താവ് എൻ്റെ പരമാത്മാവായ ഭഗവാൻ നാരായണനാണ്, പരബ്രഹ്മമൂർത്തിയാണ് എന്ന് നമ്മൾ ഓരോരുത്തരും പറഞ്ഞ് ഉള്ളത്തിൽ നന്നായി ആനന്ദിക്കൂ. ഇരുത്തി അവിടെ നിന്ന് എങ്ങും ഇറങ്ങി പോവില്ല, അവിടെ തന്നെ ഇരിപ്പുണ്ട്. നമുക്ക് തെളിഞ്ഞാൽ മതി. നമ്മൾ പ്രകാശിക്കാൻ നമ്മുടെ മറയ്ക്കപ്പെട്ടിരിക്കുന്നതിനെ നമ്മൾ തെളിച്ചെടുത്താൽ മതി. സ്വർണം എങ്ങനെയാ തിളക്കുന്നത്, കറ കളയുന്നത്, അഴുക്ക് പിടിച്ച സ്വർണത്തെ തീയിലിട്ട് ചുട്ട് പഴിപ്പിച്ച് എടുക്കുമ്പോൾ തിളങ്ങുന്നത് പോലെ നമ്മൾ
നമ്മുടെ ഉള്ളത്തിൽ മറഞ്ഞിരിക്കുക. ഈ ത്രിഗുണങ്ങളാകുന്ന മായയിൽപ്പെട്ടിടുന്ന എല്ലാം കൊണ്ടും മറഞ്ഞു കിടക്കുന്നതിനെ നമ്മൾ അതൊക്കെ ത്രിഗുണങ്ങളൊക്കെ മാറ്റി നമ്മൾ തെളിച്ചാൽ ആ പരമാത്മാവ് നമ്മുടെ ഉള്ളിൽ ആനന്ദ ചിത്തനായിട്ട് തന്നെ ഇരിക്കും. അവരത് മനസ്സിലാക്കി ഈ സ്ത്രീയെ. അപ്പോൾ അഖിലേശ്വരനായ വിഷ്ണുവാണ് ഇനി എൻ്റെ ഭർത്താവ്. ഭഗവാൻ എന്നിൽ പ്രീതനായി വന്നിതിനി ഞാനും വിഗതൈഷണയായി സൽക്കർമ്മം ചെയ്തിടുകിൽ. അപ്പോൾ എന്താണ് ഇനി ഭഗവാൻ എൻ്റെ ആഗ്രഹങ്ങളില്ലാത്തവള ഞാൻ എൻ്റെ ഈ പുറമേയുള്ള സർവ്വ ആഗ്രഹങ്ങളിൽ നശിപ്പിച്ച് എനിക്കിനി എങ്ങനെയാണ് ആഗ്രഹം പുറമേയുള്ള ഈ കാമാർത്തി ഒന്നും വേണ്ട. അതുകൊണ്ട് വിഗതൈഷണയായി അതായത് ഭഗവാൻ ഈ പരമാത്മാവ് എന്നിൽ നമ്മളെ ഉള്ളത്തിൽ, ഇത് വേശ്യാസ്ത്രീയെ പറ്റി പറയുന്നെങ്കിലും ഉദാഹരണം തന്ന് നമ്മൾക്ക് വേണ്ടിയാണെന്ന് ചിന്തിച്ചോണം. നമുക്ക് ഇതെന്നല്ല, ഈ ഇന്ദ്രിയങ്ങളുടെ പുറകെ പോകണ്ട. എന്തിനും ഇതെല്ലാം നശിക്കുന്നതാണ് അന്ന് കരുതി അപ്പോഴപ്പോഴും നമുക്ക് വന്നു ചേരുന്നതിനെ നമ്മൾ അനുഭവിക്കുക, സൽക്കർമ്മത്തിലൂടെ ജീവിക്കുക, നേരെ വരുന്നതൊക്കെ അനുഭവിക്കുക, ഭഗവാനിൽ ലയിക്കുക. അങ്ങനെ ഭഗവാൻ എന്നിൽ അങ്ങനെ പ്രീതനാകണം. നമ്മുടെ പ്രവൃത്തി കൊണ്ട്, നമ്മുടെ പ്രാർത്ഥന കൊണ്ട്, നമ്മുടെ ഭഗവാനുള്ള ഭക്തി കൊണ്ട് ഭഗവാൻ നമ്മളിൽ പ്രീതനാകുക. അതുകൊണ്ട് അവൾ പറയുന്നു, ഭഗവാൻ എന്നിൽ പ്രീതനായി വന്നിതിനി ഞാനും വിഗതൈഷണയായി സൽക്കർമ്മം ചെയ്തിടുക. എൻ്റെ ഈ ദോഷങ്ങളെല്ലാം മാറ്റി, എൻ്റെ ദുരാഗ്രഹങ്ങളെല്ലാം മാറ്റി ഞാനിനി സൽക്കർമ്മം ചെയ്തിടുകിൽ. ദുഷ്കർമ്മവശയായി മന്ദഭാഗ്യയായി അതിദുഷ്കൃതയായൊരു എൻ്റെ ദുഷ്കർമ്മമൊക്കെ നശിക്കും. ഇത്രനാൾ എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ ഇതൊക്കെ ചെയ്തു പോയി. അത് നമ്മൾ ഇതെന്നല്ല, ഏതെങ്കിലും കുറ്റകൃത്യങ്ങൾ ചെയ്താൽ പോലും ഭഗവാനെ എനിക്ക് അറിവില്ലായ്മ കൊണ്ട് ഞാനിത് ചെയ്തു പോയി. ഇനി എനിക്ക് ഈ ദുഷ്കർമ്മങ്ങളെല്ലാം മാറ്റി, ആരെയും അസൂയയോ കുശുമ്പോ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ പോലും ഇതെല്ലാം അത് തന്നെയാണ്. ഓരോരുത്തർക്കും ഓരോ രീതി. എന്തെങ്കിലും വഴക്ക് കൂടിയിട്ടുണ്ട്, പള്ളു പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അറിവില്ലായ്മ കൊണ്ട് ചെയ്തു പോയി. ഭഗവാനെ ഇതെല്ലാം മാറ്റി ദുഷ്കർമ്മങ്ങളെല്ലാം നശിപ്പിക്കണമേ. ഞാൻ ഇനി എന്ത് ചെയ്യും? സൽക്കർമ്മങ്ങൾ ചെയ്യും, നല്ല നല്ല കർമ്മങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്യും. എന്നിട്ട് ഈ ദുരാഗ്രഹങ്ങളെല്ലാം ആഗ്രഹങ്ങളെല്ലാം നശിപ്പിക്കും. എന്നിട്ട് സൽക്കർമ്മം ചെയ്തിടുകിൽ ദുഷ്കർമ്മവശയായി മന്ദഭാഗ്യയായി അതിദുഷ്കൃതയായോർ എൻ്റെ ദുഷ്കർമ്മം നശിച്ചിടും. അവ സൽക്കർമ്മം ചെയ്ത് നമുക്ക് ദുഷ്കർമ്മങ്ങളെല്ലാം നശിപ്പിക്കാം. അതേ നടക്കും. നമുക്ക് സൽക്കർമ്മം ശരിക്കും ചെയ്യാൻ വേണം. പിന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ടല്ലോ, ഒരു ഇച്ഛ കൂടാതെ ചെയ്യുന്ന കർമ്മത്തിനൊന്നും ആഗ്രഹം കൂടാതിരിക്കാമെങ്കിൽ ഇനി ചെയ്തുകൊണ്ടിരിക്കുന്നതിനൊന്നും നമുക്ക് എല്ലാം നല്ല കർമ്മങ്ങളായിട്ട് തന്നെ ഭഗവാനിലേക്ക് ചേർന്നിരിക്കും. നമുക്ക് അവിടെ പിന്നെ ഒന്നും വാസന കിടക്കാതിരിക്കും. അതുകൊണ്ട് ഇവള് പറഞ്ഞു, എൻ്റെ ദുഷ്കർമ്മങ്ങളെ നശിച്ചിടും. എന്തുകൊണ്ടാണ്? യാതൊന്നു കൊണ്ടുള്ളൊരു ചിന്തയും നശിച്ചിടും. എൻ്റെ യാതൊന്നിനു വേണ്ടി ഞാൻ ചിന്തിച്ച് ഇങ്ങനെ ഉറക്കമില്ലാതെ കണ്ടത് വല്ലവരുടെയും ധനത്തിന് വേണ്ടി അതൊക്കെ എല്ലാം പോവും. എൻ്റെ ചിന്തയെല്ലാം നശിച്ചിടും. യാതനാദികളായ നരകങ്ങളും തീരും. എൻ്റെ ഈ വിഷമങ്ങളൊക്കെ തീരും. ദുരാഗ്രഹം പിടിച്ച വിഷമങ്ങളായിരുന്നു ഞാൻ അനുഭവിച്ചു കൊണ്ടിരുന്നത്. സമാധാനമുണ്ടോ? ഉറക്കമുണ്ടോ? ഒരാൾ വന്നിട്ട് പോകുമ്പോൾ അവിടെ പിടിച്ചു നിർത്താൻ എന്തൊക്കെയാ പാടുപെട്ടത്. അതുകൊണ്ട് എൻ്റെ യാതനാദികളായ സർവ്വ നരകങ്ങളും തീരും. ഇങ്ങനെ ചിന്തിച്ച അതിഭക്തിയായി അവൾ പിന്നെ മംഗലയായി വന്നതു പിങ്കലതു കാലം. അങ്ങനെ അവൾ എന്തുവന്ന് ആ ദുഷ്കർമ്മങ്ങളെല്ലാം നശിപ്പിച്ച് നന്നായി സൽക്കർമ്മങ്ങൾ ചെയ്തവൾ നന്നായി ഈ മംഗളവതിയായി മംഗലയായി വന്നത് പിങ്കലയത് കാലം. ഈ പിങ്കല എന്ന് പറഞ്ഞ ആ വേശ്യാനാരി മംഗളകരിയായി. മംഗള എന്ന് വെച്ചാൽ സർവത്തിനും മംഗളകരമായിരിക്കുന്ന ഒരു അനുഭൂതി, ആ ഒരു അവസ്ഥ സൽക്കർമ്മം കൊണ്ട് നേടിയെടുത്തു. മനസ്സിലായി. അവനവൻ തന്നെ നന്നാക്കണം, നമ്മൾ തന്നെ നന്നാക്കണം. ഇതാണ് അനുഭവം. ഇതൊരു ഉപമ അദ്ദേഹം പറഞ്ഞു തന്നു നമുക്ക് വേണ്ടി. യദുവിന് കൊടുത്തതാണ്. ഇതെല്ലാം ഭഗവാൻ ഉദ്ധവർക്കും ഇത് ഇങ്ങനെ ലോകത്ത് എന്തൊക്കെ പഠിച്ച് നന്നായി വേണം നമുക്ക് പരമാത്മനെ ചെല്ലാൻ. ഭഗവാൻ പോകുമ്പോൾ എന്നെ കൂടി സ്വർഗത്തേക്ക് കൊണ്ടുപോകണമെന്ന് ഉദ്ധവർ പറഞ്ഞപ്പോൾ ഭഗവാൻ ഈ ഉപദേശങ്ങളെല്ലാം പല രീതിയിൽ കൂടെ പല പ്രവൃത്തി ആരെല്ലാം ചെയ്തിട്ടുണ്ടോ ഇതൊക്കെ പറഞ്ഞ് ഉദ്ധവർക്ക് കൊടുക്കുക. ഉദ്ധവർ ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് തപസ് ചെയ്ത് ബദരാശ്രമത്തിൽ പോയി തപസ് ചെയ്താണ് പരമാത്മ ലയം പ്രാപിച്ചത്. അല്ലാതെ ഈശ്വരൻ കൊണ്ടുപോകാൻ പറ്റുമോ? ഭൂമിയിൽ വന്ന പരമാത്മാവ് ഭൂമിയിൽ നിൽക്കുന്നവർക്ക് യഥാർത്ഥ ജ്ഞാനമാവാതെ അവരെ പോകാൻ പറ്റുന്നതാണോ? അതുകൊണ്ട് ഇതൊക്കെ നമുക്ക് വേണ്ടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ആ സ്ത്രീ എന്തായി വന്നു? മംഗലയായി വന്നത് ആ പിങ്കല.
പിന്നെയും വിവേകത്താൽ ഓരോന്ന് ചിന്തിച്ചിതു മന്നവ വഴി പോലെ കേട്ടുകൊള്ളുക ഭവാൻ. പിന്നെയും അറിവോടുകൂടി അവൾ ചിന്തിച്ചു. വിവേകത്താൽ പിന്നെ വിവേകം ഉണ്ടായി. അവൾ വിവേകത്താൽ ഓരോന്ന് ചിന്തിച്ചത് മന്നവ പരീക്ഷത്തെ, അല്ലെങ്കിൽ ആരാ യദു അവധൂതൻ. ഇപ്പം യദുവിനെ അല്ലേ ഇത് പരീക്ഷത്തിനൊക്കെ കൊടുക്കുന്നത്, എല്ലാവർക്കും ഇത് തന്നെ പങ്കിട്ട് കൊടുക്കുന്നത്, നമ്മൾ ഇത് തന്നെ എടുക്കുന്നത്. അപ്പം ഇവിടെ പറയുന്നു ഇനിയും വഴി പോലെ കേട്ടുകൊള്ളുക ഭവാൻ. അടുത്തത് ഗൃഹസ്ഥന്മാരായവർ. അപ്പം ഗൃഹസ്ഥന്മാരായ അവർ ദുർമാർഗ ആശയെ ത്യജിച്ച്. അപ്പം നമുക്ക് ദുർമാർഗ ആശയിച്ചാൽ ഇങ്ങനെ തന്നെ വേണമെന്നില്ല, പലതും ദുർമാർഗങ്ങളാണ്. നേരായ വഴി അല്ലാത്തതെല്ലാം ദുർമാർഗങ്ങളാണ്. നമ്മൾക്ക് നമ്മുടെ മനസ്സുകൊണ്ട് വേണ്ടാതെ ചിന്തിക്കുന്നത് ദുർമാർഗങ്ങളാണ്. അതുകൊണ്ട് മനസ്സാ വാച കർമ്മണ സന്മാർഗം തന്നെ ആയിരിക്കണം. അതുകൊണ്ട് ഗൃഹസ്ഥന്മാരായ നമ്മൾ ദുർമാർഗാശയെ ത്യജിച്ച് അഹങ്കാരത്തെ വിട്ടങ്ങ് ഈശ്വരാനുഗ്രഹത്താൽ വരുന്ന ഭോജ്യങ്ങളെ പൂജിച്ച് വരാത്തതിൽ ഒരു നേരവും ചിന്ത കൂടാതെ വസിക്കണം. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഗൃഹസ്ഥാശ്രമികളെ നമ്മൾ വേണ്ടാത്ത ചിന്തകളൊക്കെ കളഞ്ഞിട്ട്, അഹങ്കാരത്തെയൊക്കെ കളഞ്ഞിട്ട്, ഭഗവാനോടുള്ള സ്നേഹത്താൽ ഭക്തിയാൽ അപ്പോൾ ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കും. നമ്മുടെ സൽക്കർമ്മങ്ങളും ഭക്തിയും കാണുമ്പോൾ പരമാത്മാവ് നമ്മളെ അനുഗ്രഹത്തോടുകൂടി തന്നെ, അതാ ഈശ്വരാനുഗ്രഹത്താൽ വരുന്ന ഭഗവാൻ നമുക്ക് എന്താണ് തരുന്നത്, വരുന്ന നേരായി വരുന്നതെല്ലാം ഭോജ്യങ്ങൾ നമുക്ക് എന്താണ് അത് നമ്മൾ അടുത്ത് പൂജിക്കണം. വന്ന് ചേരുന്നതിനെ പൂജിച്ച് കഴിച്ചിട്ട് വരാത്തതിൽ എനിക്കെന്താ ഇത് കിട്ടാത്തതെന്ന്, എനിക്ക് മാത്രം എന്താ ഇങ്ങനെയെന്ന് ചോദിക്കരുത്. വരാത്തതിൽ ഒരു നേരവും ചിന്ത കൂടാതെ വസിക്കണം. വരുന്നില്ലെങ്കിൽ നമുക്ക് അത് അങ്ങനെയാണ് വിധിച്ചേക്കുന്നത്, ചിന്തിക്കേണ്ട കാര്യമില്ല. വരുന്നത് നേരെ വരുന്ന കഴിക്കുക. കിട്ടിയില്ലയോ ഒരു കാര്യം ചിന്തിക്കേ വേണ്ട. ഭഗവാൻ തന്നെന്നോ ഒരു പരാതിയും വേണ്ട. നേരായി വരുന്നതൊക്കെ എടുത്ത് കഴിച്ചിട്ട് വരാത്തതിൽ ഒരു ദുഃഖവും വേണ്ട, ഒരു ചിന്തയും കൂടാതെ നമ്മൾ വസിക്കണം. അതാണ് ഗൃഹസ്ഥാശ്രമി, അങ്ങനെ ആയിരിക്കണം. എങ്കിൽ ഈശ്വരൻ തൻ്റെ തുഷ്ടിയും ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ഉള്ളവർക്കാണ് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും, തുഷ്ടി. നമ്മൾ കുറ്റവും കുറവും പറഞ്ഞിരുന്ന ഒരുപാട് പേരെയോ എനിക്ക് മാത്രം എന്താ ഇങ്ങനെ, അപ്പുറത്താർക്കില്ല ഇപ്പുറത്താർക്ക് എനിക്ക് മാത്രം എന്താ ഇങ്ങനെ പറഞ്ഞ് എന്താ പറയുക പാരാപൂരങ്ങൾ പറഞ്ഞിരിക്കും. ഒരിക്കലും അത് പാടില്ല. അതുകൊണ്ട് നേരെ വരുന്നതിനെ അടുത്ത് കഴിക്കുക, അനുഭവിക്കുക. ഇല്ലേ അത് നമ്മൾ മനസ്സിലാക്കി ഭക്തിപൂർവ്വം ഇരിക്കുക. ഒരു പരാതിയും വേണ്ടാതെ നമ്മൾ വസിക്കണം. അങ്ങനെ വസിക്കുമ്പോഴാണ് ഭഗവാന് നമ്മുടെ സന്തോഷം ഉണ്ടാവും. അപ്പോൾ ഭഗവാൻ കൃപ നമുക്ക് എന്ത് വരും? ഭഗവാൻ അനുഗ്രഹം കിട്ടിയാൽ നമുക്ക് പിന്നെ എന്തെങ്കിലും സന്തോഷം ഉണ്ടാവത്തില്ലേ? ഭഗവാൻ അനുഗ്രഹത്തിന് വേണ്ടി നമ്മളിതിന് പാത്രമാകണം. അതുകൊണ്ട് എങ്കിൽ ഈശ്വരൻ്റെ തുഷ്ടി ഉണ്ടാകും. അപ്പോൾ എന്ത് വരും? തുഷ്ടി ഉണ്ടാകും. അപ്പോൾ പങ്കങ്ങളകന്നിടും ഈശ്വരപ്രസാദത്താൽ. അപ്പോൾ നമ്മുടെ പാപങ്ങളെല്ലാം പോകും. നമുക്ക് എന്തുകൊണ്ടാണ്? നമ്മുടെ വാസന കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ വിഷമങ്ങളുണ്ടാകുന്നത്. നമ്മളത് അറിയുന്നവർ മനസ്സിലാക്കും. നമ്മളെ കഷ്ടകാലം ഇതെന്തുകൊണ്ട് വെറുതെ അല്ല, ഇത് ഭഗവാൻ തരുന്ന ഒന്നുമല്ല, നമ്മളെ വാസനയാണ്. അനുഭവങ്ങൾ വരുമ്പോൾ നമ്മൾ അനുഭവിച്ചല്ലേ പറ്റൂ. എന്നോ ചെയ്ത ദോഷങ്ങളുണ്ടാണെന്ന് കരുതിക്കൊണ്ടിരുന്നിട്ട് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഒരു വിഷമവും പറയണ്ട. അന്നേരം ഭഗവാന്റെ തുഷ്ടി ഉണ്ടാകും. അപ്പോൾ നമ്മളെ എന്താ പറയുക പങ്കം, കറകൾ, അഴുക്കുകൾ, നമ്മളെ മാലിന്യങ്ങളെല്ലാം പോകുമ്പോൾ ഈശ്വരപ്രസാദത്താൽ പിന്നെയും ഈശ്വരനെ ശരണം പ്രാപിക്കണം. അപ്പോൾ ഈശ്വരൻ്റെ പ്രസാദം വരുമ്പോൾ നമ്മൾ വീണ്ടും 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 ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ ഈശ്വരനെ ശരണം പ്രാപിക്കണം എന്ന് വേദോക്തം. അതുപോലെ ഞാനിനി നിത്യം എന്ത് ചെയ്യുന്നു? സന്തുഷ്ടയായി യഥാലാഭേന ജീവിക്കുന്നതിന് അവൾ പറയുക. ആ മംഗലയായി വന്ന് അവൾ പറയും, ഇനി ഞാൻ എൻ്റെ ദുഷ്കർമ്മങ്ങളെല്ലാം പോയി എൻ്റെ തുഷ്ടി എനിക്ക് നേരെ വരുന്നതിനടുത്ത് കഴിക്കും. എനിക്ക് ആരുടെയും മുതൽ വേണ്ട. ദുരാഗ്രഹങ്ങളൊക്കെ പോയി. എനിക്ക് ഭഗവാൻ നേരെ തരുന്നത് മതി. അല്ലാത്തതൊക്കെ സന്തോഷത്തോടെ സ്വീകരിക്കും. എന്താ ഇല്ലയോ അതുപോലെ. അപ്പോൾ ഭഗവാനെ തുഷ്ടി വരും. അപ്പോൾ ഭഗവാന്റെ ഈശ്വരപ്രസാദം കിട്ടും. അപ്പോൾ എന്ത് വരും? ആ പ്രസാദം വരുമ്പോൾ വീണ്ടും ഭഗവാനെ ശരണം പ്രാപിക്കും. അത് ഇത്രത്തോളം പിന്നെ നമുക്ക് ശരണാഗതി തന്നെയാണ്. ഭഗവാനാ പിന്നെ നമ്മുടെ ഉള്ളത്തിലിരിക്കുന്ന പരമാത്മാവ് രതിപ്രദനെ. ആ പരമാത്മാവാണ് നമ്മുടെ നാഥനാ. നമ്മളെ നാഥനായി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പട്ടിണിക്കിടുവോ? ഒരിക്കലും ഇടത്തില്ല. അതുകൊണ്ട് ശരണം പ്രാപിക്കണം എന്ന് വേദോക്തം. ഇത് ഉക്തമാണ്, ഇത് വേദമാണ്. ആ വേദോക്തം അതുപോലെ ഞാനിനി നിത്യവും സന്തുഷ്ടയായി യഥാലാഭേന ജീവിക്കുന്നേൻ. ചിന്തയില്ലാതെ മുനി വാഴുന്ന പോലെ തന്നെ ആത്മാവിനാൽ കണ്ടു ഞാൻ ജപിക്കുന്നു. നമ്മുടെ ജീവാത്മാവാണ് ആത്മാവ്.
അല്പം. ആ ആത്മാവ് പരമാത്മാവിനാൽ കണ്ടു വേണം രമിക്കണം. അതാണ് നമുക്ക് നമ്മുടെ പരമാത്മാവിനെ നമ്മൾ തന്നെ അതിൽ കണ്ട് രമിക്കുക. നമ്മൾക്ക് കുറച്ച് ജീവാത്മാവ്, അതിനാണ് ജീവാത്മാവ്. ഒരു കമ്മൽ സ്വർണ്ണമാണെങ്കിൽ നമ്മൾ കമ്മലെന്ന് പറയുന്നത് പോലെ പരമാത്മാവിൽ നിന്ന് അല്പമേ നമുക്ക് ജീവാത്മാവ്. ആ ജീവാത്മാവ് അതാണ് ആത്മാവ്, ആത്മാവിനാൽ കണ്ട് രമിക്കുക. നമ്മൾ പരമാത്മാവിൽ രമിക്കുക. അതാണ് ആത്മാവിനാൽ കണ്ട് ഞാൻ രമിക്കുന്നു, ആ സ്ത്രീ പറഞ്ഞു. അതുകൊണ്ട് ആത്മാവെ അറിയാതെ സംസാര കൂപേ നിത്യം പതിതമായി വിഷയ ഇന്ദ്രിയ വ്യാപാരേണ സതതം കാലാഹിയാൽ ഗ്രസ്തമായിരിക്കുന്ന ജീവനെ ഈശ്വരനല്ലാതെ കണ്ടൊരുവർക്കും ആവതുമില്ല രക്ഷിച്ചിടുവാൻ ഇഹലോകെ. പരമാത്മാവാകുന്നോര് ഈശ്വരൻ തന്നെ വേണം പരമാത്മാവെ രക്ഷിച്ചിടുവാൻ, മറ്റില്ലാരും. നമ്മളെ ഉള്ളത്തിൽ പരമാത്മാവുണ്ട് അംശം. ഈ പരമാത്മാവിനെ രക്ഷിക്കാൻ പരമാത്മാവനല്ലാതെ മറ്റാർക്കാ പറ്റുന്നേ? പരമാത്മാവിനെ താഴേക്ക് വല്ലവർക്കും പറ്റുമോ രക്ഷിക്കാൻ? നമ്മുടെ ഉള്ളത്തിൽ നമ്മൾ തന്നെ പരമാത്മാവ് വസിക്കുന്നു, അല്പമേ ഉള്ളൂ. അതിനെ രക്ഷിക്കാൻ പരമാത്മാവ് തന്നെ വേണം. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ജീവന് പരമാത്മാവാകുന്നവർ ഈശ്വരൻ തന്നെ വേണം. എന്തിനാ? പരമാത്മാവെ രക്ഷിച്ചിടുവാൻ. നമ്മുടെ ഉള്ളത്തിലേക്ക് പരമാത്മാ രക്ഷിക്കാൻ യഥാർത്ഥമാകുന്ന പരമാത്മാവ് തന്നെ വേണം. നമുക്ക് നമ്മുടെ ജീവാത്മാവ് കുറച്ചേ ഉള്ളൂ. അതിനെ രക്ഷിക്കണമെങ്കിൽ ആ ഈശ്വരൻ യഥാർത്ഥമായ പരമാത്മ തന്നെ വേണം. മറ്റ് രക്ഷിച്ചിടാൻ വേറെ ആരുമില്ല. നമുക്ക് ഇത്രയും മതി. ഒന്നും എടുത്ത് വായിക്കാം അടുത്ത പ്രാവശ്യം. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം, ഹരി ഓം, ഹരി ഓം.